73ാമത്തെ ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. നാഗാലാൻഡ്, മിസോറാം, ജമ്മു കാശ്മീർ, മേഘാലയ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഒന്നും, അതായത് നാഗാലാൻഡ്, മിസോറാം ആൻഡ് മേഘാലയ ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? 73ാമത്തെ ഭേദഗതി നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. ഇനി അതുകൂടാതെ നമുക്ക് മണിപ്പൂർ ഉണ്ടല്ലോ, മണിപ്പൂർ. ഈ മണിപ്പൂരിന്റെ കുന്നിൻ പ്രദേശങ്ങൾ, മണിപ്പൂർ ഹിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സ്ഥലവുമില്ല, മണിപ്പൂർ സംസ്ഥാനം മൊത്തമായിട്ടില്ല. പകരം എവിടെയാണ്? ജില്ലാ കൗൺസിൽ നിലവിലുള്ള, എവിടാണ്? ഡിസ്ട്രിക്ട് കൗൺസിൽ നിലവിലുള്ള മണിപ്പൂർ മണിപ്പൂർ ഹിൽസിലും 73ാമത്തെ ഭേദഗതി നിയമം ബാധകം അല്ല. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ ജില്ലാ കൗൺസിൽ നിലവിലുള്ള മണിപ്പൂർ കുന്നിൻ പ്രദേശങ്ങളിലും ഏതു ബാധകം അല്ല? 73ാമത്തെ ഭേദഗതി നിയമം നേരിട്ട് ബാധകം അല്ല. ഡിസ്ട്രിക്ട് കൗൺസിൽ നിലവിലുള്ള മണിപ്പൂർ ഹിൽസിലും ഏതു ബാധകമല്ല? ഇത് 73. അപ്പൊ 73 എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഈ സംഭവം ലഭിച്ചതാണ്. അപ്പം പഞ്ചായത്തുകളുടെ രൂപീകരണം പണ്ട് ഏത് ആർട്ടിക്കിൾസിനകത്തായിരുന്നു പറഞ്ഞിരുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണം പണ്ട് ഫോർമേഷൻ ഓഫ് വില്ലേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 40-ലായിരുന്നു, ബിഫോർ 73rd വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. ഈ 73rd ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന ടൈമിൽ പ്രൈം മിനിസ്റ്റർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? PV നരസിംഹറാവു ആണ്. 73ാമത്തെ അമെൻമെന്റ് നിലവിൽ വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് PV നരസിംഹറാവു ആണ്. ആരാണ് ഇതിനകത്ത് ഒപ്പിട്ടത്? PV നരസിംഹറാവു. പ്രസിഡന്റ് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മ. ആരാണ് പ്രസിഡന്റ്? ശങ്കർ ദയാൽ ശർമ്മ. എത്രയും കാര്യം പഠിച്ചോ? 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവുവും പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ ദയാൽ ശർമ്മയും എന്ന കാര്യം ഓർത്തു വെച്ചേക്കാരാണ്. ശങ്കർ ദയാൽ ശർമ്മയും എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. അപ്പം ഇനി നമുക്ക് ഏത് ദിവസമാണ് ഈ പറയുന്ന പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 24 ഏതാണ്? പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം 24. അത് ഏത് വർഷം മുതലാണ് ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസം മുതലാണ്? 2010 മുതലാണ്. ഏത് വർഷം മുതലാണ്? 2010 മുതലാണ് ഈ പറഞ്ഞിരിക്കുന്ന പഞ്ചായത്തി രാജ് ദിനമായിട്ട് ഏപ്രിൽ മാസം 24 ആചരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് പ്രകാരം ഏത് പാർട്ടാണ് കൂട്ടിച്ചേർത്തത്? 73ാമത്തെ ഭരണഘടനാ ഭേദഗതി മൂലം ഓൾറെഡി നമുക്ക് പാർട്ട് ഉണ്ട്. അത് ഏത് പാർട്ടായിരുന്നു? പാർട്ട് 9 ആണ്. ഷെഡ്യൂൾ ചോദിച്ചാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? 11ാമത്തെ ഷെഡ്യൂൾ ആണ് ഇതുമായി ബന്ധപ്പെട്ടത്. ഇതിനകത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആർട്ടിക്കിൾസ് വരുന്നുണ്ട്? 16 ആർട്ടിക്കിൾസ് ആണ് ടോട്ടലി വരുന്നത്. എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243 മുതൽ 243 വരെയാണ് ഏത് റിലേറ്റ് ചെയ്ത് വരുന്നത്? പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ 73rd അമെൻമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന പാർട്ട്, ഷെഡ്യൂൾ, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പാർട്ട് 9, ഷെഡ്യൂൾ 11, ആർട്ടിക്കിൾ 16. ടോട്ടൽ ആർട്ടിക്കിൾസ് ആണ് 16 വരുന്നത്. 243 മുതൽ 240 വരെ എത്ര ആർട്ടിക്കിൾസ് വരുന്നുണ്ട്? 16 ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ 11ാമത്തെ പട്ടിക എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 11ാമത്തെ പട്ടിക, അതായത് 11ാമത്തെ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ് ആണല്ലോ. ആ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടത് ഏതൊരു ആർട്ടിക്കിളിന്റെ എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243G ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഏതെന്ന് പറയുന്നത്?
ഷെഡ്യൂൾ 11 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പട്ടിക 11 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 243 ജിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ 243 ജി പരീക്ഷയ്ക്ക് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് 243 ജി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? അതായത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് ആണ്. എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. ക്ലിയർ ആണോ? അത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് ആണ് 243 ജി. ആ 243 ജിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഷെഡ്യൂൾ 11 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഈ 73ാമത്തെ ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്. ഡേറ്റ് നാഷണൽ ലെവലിൽ 93 ഏപ്രിൽ മാസം 24 93 ഏപ്രിൽ 24. 11ാം പട്ടികയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എത്രയുണ്ട്? എത്ര സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സബ്ജക്ട് പറയണം? 29 വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി കേരളത്തിൽ എന്നാണ് ഇത് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? കേരളത്തിൽ എന്നാണ് ഇത് നിലവിൽ വന്നത്? 1994 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. അപ്പൊ ഇത്രയും കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. അതായത് 73ാമത്തെ ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, മണിപ്പൂറിന്റെ ഹിൽസിനകത്ത് വരുന്ന ഡിസ്ട്രിക്ട് കൗൺസിൽ അഥവാ ജില്ലാ കൗൺസിൽ നിലവിൽ വരുന്ന സംഭവങ്ങൾക്കകത്ത് 73ാമത്തെ ഭേദഗതി നേരിട്ട് നിലവിലില്ല. ഈ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 40-ലാണ് വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഈ നിയമം നിലവിൽ വന്നു 93 ഏപ്രിൽ 24-നാണെങ്കിൽ കേരളത്തില് ഏപ്രിൽ 23 1994-ലാണ് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുന്നത്. ഇൻക്ലൂഡ് 11ാം പട്ടികയിലാണ് ഇത് വന്നിരിക്കുന്നത്. പാർട്ട് 9-ലാണ് ആർട്ടിക്കിൾസ്. ടോട്ടൽ ആർട്ടിക്കിൾസ് 16 എണ്ണമാണ്. 243 മുതൽ 243 O വരെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഷെഡ്യൂൾ 11 എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243 ജിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ഏപ്രിൽ 24 ആചരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ 93 ഏപ്രിൽ 24-നാണ് പഞ്ചായത്ത് രാജ് നിയമം അഥവാ 73rd നിലവിൽ വന്നിരിക്കുന്നത്. 2010 മുതലാണ് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ വന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ PV നരസിംഹ റാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പട്ടിക 11-ൽ എത്ര വിഷയങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 വിഷയങ്ങൾ.